ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞൊരു ടോപ്പിക്കുമായിട്ടാണ്. അത് എനിക്ക് ഉണ്ടായ ഒരു സംഭവം. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, ദാ കണ്ടോ. സോഴ്സിൽ ഡബ്ലിനിൽ തന്നെ സോഴ്സിൽ ഒരു കടയിൽ നിന്ന് പാലക്കാടൻ മട്ട അരി വാങ്ങിച്ചു. ഇതാണ് പാലക്കാടൻ മട്ട അരി. അരിയൊക്കെ കൊള്ളാം, നല്ല ഇതാണ്. പക്ഷേ എനിക്ക് 2 ദിവസം കൊണ്ടുണ്ടാകുന്നൊരു സംഭവം ഞാനിപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഇതാ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടോ. ഇത് സംഭവം ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. ഇതാ ഇത് കണ്ടോ, ഇത് കയ്യിലുണ്ടാകും. ഞാൻ ജസ്റ്റ് ഇതാ ഈ നൈഫ് വെച്ചിട്ട് ഇതിങ്ങനെ നോക്കുകയാണ്. ഇത് നോക്കിക്കോളൂ നിങ്ങൾ, എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഇതാണ് കണ്ടോ, ഇതാ ഏകദേശം കണ്ടോ, ഇതുപോലെ ഇരിക്കുന്നു. കാരണം ഈ അരി വാഷ് ചെയ്യുന്ന സമയത്തുള്ള സംഭവമാണ് കേട്ടോ ഇത്. ഇതുപോലെ എന്തോ പറ്റിപ്പിടിച്ച് കണ്ടോ. ഇനി അരിയുടെ തന്നെ ഈ ബ്രൗണി സംഭവം കളർ ചേർക്കുന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിൽ ഓയിൽ മിക്സ് ചെയ്യുന്നതാണോ എന്നറിയില്ല. എൻ്റെ അവയർനെസ് ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ചിലപ്പോൾ. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താ സംഭവം എന്നേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ, എന്താണ് പറയേണ്ടത്? അത് ശരിക്കും ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ഇത്തരത്തിൽ ആദ്യം ഒരു ബ്രാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പേര് ഞാൻ ഓർക്കുന്നില്ല. അതും ഒരു മട്ട അരിയാണ്. അപ്പം അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അതിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമില്ലായിരുന്നു. സാധാരണ കുറച്ച് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം ഇട്ട് വെക്കും. ഇട്ടതിന് ശേഷം അതിൻ്റെ ഇതൊക്കെ ഇറങ്ങുമ്പോൾ, അതായത് ഇതിൻ്റെ എന്താ പറയുക, പൊടിയും ഇതൊക്കെ കറക്റ്റ് വെള്ളത്തിൽ പറ്റി പിടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് അങ്ങ് പോകും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം എന്താ പറയുക വാഷ് ചെയ്യുമ്പോൾ നല്ല വൈറ്റ് കളറാവും. മീൻസ് വൈറ്റ് ചെറിയൊരു ലെയർ പോലെ കാണും. ആ ഒരു അരി എടുക്കുമ്പോൾ ഏകദേശം ഒരു 3-4 ലെയേഴ്സ് അല്ല, ഒരു വര പോലെ ഒരു 3-4 വര ബ്രൗൺ കളറിൽ കാണും. അതാണ് മട്ടയരി എന്ന് തോന്നി. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഒരു സെക്കൻഡ്. കണ്ടോ, ഇതിപ്പം മട്ടയരിയാണ്, പാലക്കാടൻ മട്ടയരി. ചോറ് വെച്ചതിന് ശേഷമുള്ള സംഭവമാണിത് കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ ഒരു ഒരു പുള്ളി പോലെ സംഭവം കണ്ടോ. അത്രേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല, ഇത്രേ ഉള്ളായിരിക്കും ചിലപ്പം. ഈ ഒരു കുഞ്ഞു സംഭവം എടുക്കുമ്പോൾ കണ്ടോ ഈ ഒരു ഡ്രോപ്പ്, ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. സാധാരണ ചുവന്ന അരി അല്ലെങ്കിൽ മട്ടയരി ഇങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചിലപ്പം പണ്ടൊക്കെ ഉള്ള അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോസായിരിക്കും. കണ്ടോ, ഈ ഒരു ഡ്രോപ്പ് മാത്രമാണുള്ളത്. അതും ജസ്റ്റ് ഒന്ന് ചുരണ്ടിക്കളഞ്ഞാൽ അതങ്ങ് പോകും. എൻ്റെ ചിലപ്പം അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് കാര്യം. എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ചേർത്തതെന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും ഓയിലോ മറ്റോ ചേർത്തിട്ടുണ്ടാവാം, ചിലപ്പം കേടാവാതിരിക്കാൻ വേണ്ടോ, മേ ബി, അറിയില്ല. അപ്പം അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ നല്ല നല്ല കമൻസും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു. പാട്ട് പാടിയില്ലല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആലപിക്കാൻ പോകുന്ന പാട്ട് മമ്മൂക്കയുടെ പാട്ടാണ്. ഓക്കെ, അപ്പോൾ പാടാം. അപ്പോൾ കരയാതെ കണ്ടുതുടങ്ങും. സാഗരം സാക്ഷി എന്ന് പറഞ്ഞൊരു ഫിലിമിലെ പാട്ട് പാടാം. ലിറിക്സ് TV-യിൽ ലിറിക്സ് നോക്കി പാടാം കേട്ടോ. മഴവിൽ കോടിയാലെ പാവാടയെ കിടാം, പൊന്നായ പൊന്നു കൊണ്ട് മൂടാം, മഴവിൽ കോടിയാലെ പാവാടയേകിടാം, പൊന്നായ പൊന്നു കൊണ്ട് മൂടി മൂടി ഓമനിക്കാം,
പാൽക്കനവിൽ നീരാടാം. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്. കൈവളരാൻ വേണം പദമായിരം വേണം. മെയ് വളരാൻ നേരം കണ്ണായിരം വേണം. വാലിട്ടു കണ്ണെഴുതി കിളിപ്പാട്ട് കൊഞ്ചേണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ.